കേരളം കാത്തിരിക്കുകയാണ് കന്നി രഞ്ജി കിരീടത്തിന്. വിദർഭയാണ് എതിരാളികൾ. നാഗ്പൂർ സ്റ്റേഡിയത്തിലാണ്. എന്നോടൊപ്പം കേരള ടീമിൻ്റെ മാനേജർ നാസർ മച്ചാൻ ചേരുകയാണ്. കഴിഞ്ഞ 5-6 മാസമായി വിശ്രമമില്ലാത്ത ഓട്ടമാണ്. പക്ഷെ അതിൻ്റെ ഫലം ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പം വല്ലാത്തൊരു സുഖവും സന്തോഷവും തോന്നുന്നുണ്ട്. തീർച്ചയായും 5 മാസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാവലിംഗ് ആയിരുന്നു. ഇപ്രാവശ്യം രഞ്ജി ട്രോഫിയിൽ നല്ല മികച്ച തുടക്കമാണല്ലോ. നമ്മൾ ആദ്യത്തെ മത്സരത്തിൽ തന്നെ പഞ്ചാബിനെ ഔട്ട്റൈറ്റിൽ അടിക്കുകയാണ്. ആദ്യത്തെ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് പോയിട്ടും നമ്മൾ അത് വിജയത്തിലേക്ക് എത്തുകയാണ്. പിന്നെ രണ്ടാമത് കർണാടകയുമായിട്ടുള്ള മത്സരം മഴ പെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ കർണാടകയുമായി നമ്മൾ മത്സരിച്ചിട്ടുള്ള എന്തായാലും ഫസ്റ്റ് ഇന്നിങ്സോ അല്ലെങ്കിൽ വിജയം നമുക്കായിരുന്നു. അന്ന് ആ മാച്ചിൽ സഞ്ജു സാംസണും കളിച്ചിരുന്നു. പിന്നെ ആ മത്സരത്തോടുകൂടി സഞ്ജുവിന് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ടീം വിട്ടത്. പിന്നെ എല്ലാ മത്സരങ്ങളും ഇപ്പം ലാലിയിലാണെങ്കിൽ ഹരിയാനക്കെതിരെ നമ്മൾ പിന്നെ ബംഗാളിൽ പോയിട്ട് 64-ന് 4 വിക്കറ്റ് പോയി പതറി നിൽക്കുന്ന സമയത്താണ് സൽമാൻ നിസാറും അസറുദ്ദീനും വലിയൊരു കൂട്ടുകെട്ട് പടുത്തുയർത്തിയിട്ട് 283 റൺസ് കൂട്ടുകെട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേരളത്തിൻ്റെ പിന്നെ പ്രകടനം നമുക്ക് നോക്കിയാൽ കാണാം. ടൈലൻഡേഴ്സൊക്കെ ഒരു 50-30 റൺസിന് ഒരു 6-7 വിക്കറ്റ് വീണാൽ എല്ലാ വിക്കറ്റും വീഴും. അതിന് വിപരീതമായിട്ടുള്ളൊരു കളിയാണ് അമയ് ഖുറൈസിയ വന്നതിന് ശേഷം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് 25 ഇയേഴ്സ് ഞാൻ ടീമിൻ്റെ കൂടെ, എല്ലാ ടീമിൻ്റെ കൂടെ, അണ്ടർ-14 ആണെങ്കിലും അണ്ടർ-16 ആണെങ്കിലും എല്ലാ ടീമിൻ്റെ കൂടെയും ഞാൻ സഞ്ചരിക്കാറുണ്ട്. അതിൽ നിന്നുള്ളൊരു വിപരീതമായിട്ടുള്ള ഒരു പരിശീലന ശൈലിയാണ് ഇദ്ദേഹത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് നമുക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, എൻ്റെ ടീം വർക്ക്, എൻ്റെ ടീം എല്ലാ സപ്പോർട്ടിങ് സ്റ്റാഫും എല്ലാ മേഖലയിലും നല്ല ഒരു പിന്നെ ഇതാണ് കേരള കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളവും ഒരു പൊൻതൂവലാണ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ കേരള ക്രിക്കറ്റ് ഇങ്ങനെയൊരു പേരിലേക്ക് വന്നിട്ടില്ല. കുറേ ദീർഘനാളത്തെ ശ്രമം, അതിൻ്റെ ഏറ്റവും സുന്ദരമായ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു നിമിഷത്തിലൂടെയാണ്. അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇത് എത്രമാത്രം ഒരു ആനന്ദ നിമിഷമാണ്. അതിപ്പോൾ ഞാനൊരു സീനിയർ മോസ്റ്റ് മെമ്പർ ആയതുകൊണ്ട് ഞാൻ പല ആളുകളുടെ കീഴിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ SK നായർ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ, TC മാത്യു പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ എല്ലാ സെക്രട്ടറിമാരുടെ കീഴിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 2-3 വർഷം ജയേഷ് പ്രസിഡൻറ്റും മുഖ്യമായിട്ട് നമ്മുടെ സെക്രട്ടറി വിനോദ് ചാർജ് എടുത്തതിന് ശേഷം ക്രിക്കറ്റ് ആക്ടിവിറ്റീസിൽ വളരെ ശ്രദ്ധയുണ്ട്. അതിൻ്റെ ഫലമായി നമ്മൾ T20യിലും പിന്നെ വിജയ് ഹസാരെ ട്രോഫിയിലൊക്കെ നല്ല പ്രകടനം 5 വർഷമായിട്ട്, ഈ വർഷം ഒഴിച്ചാൽ 5 വർഷമായിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ അതിനെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ടൂർണമെൻറ്റിലും, ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ നടന്ന ഒരു ടൂർണമെൻറ്റിൽ നമ്മൾ റണ്ണറപ്പായി. അതിനുശേഷം ഉത്തരാഖണ്ഡ് ഒരു ഗോൾഡ് കപ്പ് ഉണ്ട്. ആ ഗോൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റാണ്. അതിലിപ്പോൾ 2 പ്രാവശ്യം നമ്മൾ റെഡ് ബോളിലാണത്. അവിടെ നമ്മൾ പാർട്ടിസിപ്പേഷൻ നടത്തി മികച്ച പ്രകടനം നടത്തിയിട്ട് ആ ടൂർണമെൻറ്റിൽ വിജയികളാകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഛത്തീസ്ഗഡ്, ഒറീസ, ഇവിടെയൊക്കെ നടക്കുന്ന T20 ഇതിൽ നമ്മളെ ടീം പോവുക. അപ്പോൾ കൂടുതൽ മാച്ചുകൾ അവർക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള പിന്നെ മുഖ്യമായിട്ടുള്ള മാച്ചിൽ അവർ പ്രദർശനം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, താരങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ പുതിയ താരങ്ങളുണ്ട്, സീനിയർ ആയിട്ടുള്ള താരങ്ങളുണ്ട്. അപ്പോൾ ഇവരൊക്കെ മാനേജ് ചെയ്യുക, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, ഇവരെ പോസിറ്റീവായി നിർത്തുക എന്നുള്ളത് ടീം മാനേജറെ കൂടി ഒരു കടമയാണ്. അതെത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ട് ആ വെല്ലുവിളി? അത് ഇപ്പോൾ ഈ ഒരു ടീമിൽ തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് പിന്നെ T20 വൈറ്റ് ബോൾ ക്രിക്കറ്റ് വന്ന് വീണ്ടും രഞ്ജി ട്രോഫിയിലേക്ക് വരിക. അപ്പോൾ രഞ്ജി ട്രോഫിയുടെ ഇടയ്ക്കിലൊരു വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ വലിയ പ്രഗത്ഭരില്ല. അപ്പോൾ സഞ്ജു സാംസണൊക്കെ ആണല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ള പ്രഗത്ഭർ. പിന്നെ അദ്ദേഹത്തിന് പരിക്കായതിനാൽ നമ്മുടെ ടീമില്ല. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ പ്രഗത്ഭന്മാരായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം സൽമാൻ നിസാറാണെങ്കിലും പിന്നെ അസറുദ്ദീൻ ആണെങ്കിലും അദ്ദേഹമൊക്കെ പണ്ട് വൈറ്റ് ബോളിലെ കിങ്സ് ആയിരുന്നു. അത് വലിയ കൂടുതൽ വേഗത്തിൽ റൺസ് എടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. ഈ കോച്ച് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ബോളുകൾ കളിക്കുക. ഇപ്പോൾ അസറുദ്ദീൻ്റെ ലാസ്റ്റ് 177 ഇന്നിങ്സിൽ നിന്ന് 303 ബോളുകൾ കളിച്ചിട്ടാണ് 36 പന്തിൽ സെഞ്ചുറി അടിച്ച അസറാണ്. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 4-ഡേ ക്രിക്കറ്റിൻ്റെ മനോഹാരിത അതാണ്. അപ്പോൾ നമ്മുടെ ശൈലി തന്നെ ഇപ്പോൾ മാറ്റിമറിക്കപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ഏത് ഡൗണിലും പിന്നെ നമ്മൾ ബാറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമാണല്ലോ നമ്മൾ കാശ്മീരുമായിട്ട് പിന്നെ 209 പോയെടുത്തുനിന്ന്
81 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ബേസിൽ തമ്പിയും സൽമാൻ നിസാറും കൂട്ടിച്ചേർത്തത്. അതെന്നാൽ നമുക്ക് വലിയൊരു ആത്മവിശ്വാസം പകരുക. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മൾ ഇവിടെ പോയി മറ്റേ പിന്നെ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലാണ് ഈ മേഖല മുഴുവൻ. ICCI പ്രസിഡന്റ് ജയ്ഷ അവരുടെ ബ്ലഡ് തന്ന ക്രിക്കറ്റ് ഉണ്ട്. അവരങ്ങനെ തോറ്റു തരില്ല. അവിടെ പോയിട്ട് മനോഹരമായ ക്രിക്കറ്റ് കളിച്ചിട്ടാണ് 457 റൺസ് എടുത്തത്. 457 റൺസ് അടിച്ചപ്പോൾ തന്നെ ഞാൻ കോച്ചിൻ്റെ മുഖം നോക്കുമ്പോൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അയാൾ ടെൻസിലായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇദ്ദേഹം തന്നെ ടെൻഷനാണ്. അതേപോലെ തന്നെയല്ലേ സംഭവിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ അവരെ ഏത് ടീമിനെ എറിഞ്ഞു പിടിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. യെസ്, അപ്പോൾ വയനാടിൻ്റെ കരുത്ത് വഹിച്ച് ചുരമിറങ്ങിയാണ് കേരള ക്രിക്കറ്റിൻ്റെ ഒരു തലപ്പത്തേക്ക്, അല്ലെങ്കിൽ കേരള ടീമിനെ നയിച്ചിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ നാസർ മച്ചാന് കരുത്ത് നൽകിയത് വലിയ സന്തോഷമുള്ള നിമിഷമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ചരിത്ര നേട്ടത്തിനരികെയാണ്, സ്വപ്നത്തിനരികെയാണ് നമ്മുടെ കേരളം ഉള്ളത്. നാഗ്പൂരിൽ നിന്ന് ബിപിൻ ജെയിംസിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.